ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളൊരു പെരുമാതുറ നമ്മൾ പോയതാണ് കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് വിശന്നു. നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ചോറ് വലിയ ഒരു രസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ള കറികളൊക്കെ കൂട്ടി അങ്ങ് തീർന്നു. പിന്നെ ഈ യാത്രയിലിടയിൽ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കുറേ സംഭവങ്ങൾ കണ്ടിട്ട് അതൊക്കെ മൊബൈലിൽ പിടിച്ചു. അത് എന്താ പറയുക, വളരെ മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ ഈ വഴിനീളെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുന്ന ശീലം എനിക്കൊന്ന് മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പിലിട്ടൊക്കെ ഇങ്ങനെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമുക്ക് എന്താ കാഴ്ച കണ്ടതെന്നൊന്ന് കണ്ടാലോ. പെരുമാതുറയിലെ മുതലപ്പൊഴി എന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. കടലും കായലും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ മുതലപ്പൊഴി. മത്സ്യബന്ധനം കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവർക്കൊരുപാട് വിശേഷങ്ങൾ പറയാൻ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ താഴമ്പള്ളി പെരുമാറ മേഖലയിൽ താങ്ങുവലയുടെ ഇതാണ്, കൂടവലയാണ് ഇപ്പോൾ നമ്മൾ പന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന നെത്തോലി പിടിക്കാൻ പോകുന്ന വലയാണിത്. ഇതിന് ഏകദേശം ഒരു 35 ലക്ഷം രൂപ വില വരും. ഇതിൽ ഒരു വള്ളത്തിൽ ഏകദേശം ഒരു 25 മുതൽ 40 തൊഴിലാളികൾ പണിക്ക് പോകുന്നതാണ്. ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് ഒരു 1.5 കോടി രൂപയുടെ മേളിൽ മൊത്തത്തിൽ ഇതിൻ്റെ കോസ്റ്റ് വരും, വള്ളവും വലയും എല്ലാം കൂടെ ആയിട്ട്. കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് പൊതുവെ മീൻ കിട്ടാൻ പാടാണ് എന്ന് പിന്നെ അവിസരത്തോട്ട് പോയി കഴിഞ്ഞാലും ഫിഷൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റ് കാരണം നമുക്ക് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഇവിടെ മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പുലിമുട്ട് തന്നെ വലിയ വിഷയമാണ്. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു പുലിമുട്ടാണ് മുതലപ്പുഴ. പിന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റത്തില്ല, ജോലി വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് കുറേ കപ്പൽ അപകടങ്ങൾ, നമ്മൾ കണ്ടെയ്നർ, അങ്ങനെ കുറേ നഷ്ടങ്ങൾ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ നമുക്ക് മത്സ്യബന്ധനം കുറേ ബുദ്ധിമുട്ടുള്ള മാസമാണിത്. പിന്നെ മത്സ്യം ലഭ്യതയും കുറവാണ്. ഏകദേശം എല്ലാവരും കടവും അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു ചിക്കൻ കറിയൊക്കെ വെച്ച് ചപ്പാത്തി പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.